ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റീവനേജ് എന്ന സ്ഥലത്താണ്, ബ്രിട്ടനിലെ സ്റ്റീവനേജിൽ. ലണ്ടനിൽ നിന്ന് ഏകദേശം ഒരു 30 മൈൽ ദൂരെയാണ് ഈ സ്റ്റീവനേജ്. സ്റ്റീവനേജ് പ്രകൃതി രമണീയാൽ അനുഗ്രഹീതമായ സ്ഥലം. നമ്മൾ നോക്കിക്കേ, എന്ത് പച്ചപ്പൊക്കെ ഇവിടെ ഉള്ളത്. ഈ സ്ഥലത്ത് ഈ സ്റ്റീവനേജുകാർക്ക് സുപരിചിതനായ മറ്റ് ഒരു പ്രത്യേകതകൾ ഇനി ആളെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. സ്റ്റീവനേജ് ബെന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീവനേജുകാർക്ക് മാത്രമല്ല, ഈ ലണ്ടന് ഉള്ള ചുറ്റുപാടുമുള്ള എല്ലാവർക്കും അറിയാം സ്റ്റീവനേജ് ബെന്നി എന്ന് പറഞ്ഞാൽ. ബെന്നിച്ചാൻ ഇപ്പോൾ ദൂരെയൊക്കെ നിങ്ങളെ ഈ മാഞ്ചസ്റ്ററിലും ബെർമിംഗ്ഹാമിലും ഒക്കെ ഈ പരിപാടി കാണുന്നവരായിരിക്കും ഇദ്ദേഹം ഒരു ഗായകനോ മറ്റോ അല്ല നടനോ വല്ലോ ആണോ. പക്ഷെ സത്യം പറഞ്ഞാൽ അദ്ദേഹം നായകനും നടനും ഒന്നും അല്ല, ഗായകനൊന്നും അല്ല. ഇദ്ദേഹം പാചക കലയുടെ മർമ്മം മനസ്സിലാക്കിയ ഒരു മഹാവിദ്വാനാണ്. കാര്യം ഇദ്ദേഹത്തിൻ്റെ കൈപുണ്യം അനുഭവിച്ച് അറിയാൻ വയ്യാത്ത സ്റ്റീവനേജ് നിവാസികളും ലണ്ടൻ നിവാസികളും വളരെ കുറവാണ്. നമുക്ക് ബെന്നിച്ചാൻ്റെ വീട്ടിലേക്കുള്ള ഒരു യാത്രയാണ്. ബെന്നിച്ചാൻ ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞത്. ബെന്നിച്ചാനെ നമ്മളിപ്പോൾ കാണാൻ പോവാണ്. ബെന്നിച്ചാൻ്റെ ഈ 100-ാം നമ്പർ വീട്ടിലേക്ക് നമ്മൾ ഇടിച്ച് കയറാൻ പോവാണ്. ഗോ മാർച്ച് ടു കിച്ചൺ. ഹലോ ബെന്നിച്ചേട്ടാ, നമസ്കാരം. ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നല്ലേ. എന്തുകൊണ്ട് ജോഷുവ, സുഖമാണോ? ബെന്നിച്ചേട്ടാ, ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബെന്നിച്ചേട്ടൻ എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെയാ ഇന്ന് ചെയ്യാൻ? നമുക്ക് ഇവിടെ നമ്മള് പ്രവാസിയായിട്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു അതിഥികൾ വരിക, മീൻസ് ഒരു ഫാമിലി വരുവാണെങ്കിൽ നമുക്ക് ഒരു 15-20 മിനിറ്റ് കൊണ്ട് അവർക്ക് ഉണ്ടാക്കാവുന്ന ഒരു മെയിൻ കോഴ്സ്. ഉള്ളി ഒരായിട്ടല്ല, ഒരു മെയിൻ കോഴ്സ്. എന്ന് പറയുമ്പോൾ അതൊരു പെട്ടെന്ന് ചെയ്യാവുന്ന നമുക്കിപ്പോ ഒരു വെജിറ്റബിൾ പുലാവ് റൈസ് എല്ലാ ഐറ്റവും കൂടി കിട്ടും. പിന്നെ ഒരു ബട്ടർ ചിക്കൻ ഫാമിലിക്ക് ആവുമ്പോൾ നല്ല കംഫർട്ട് ആയിട്ടുള്ളതാണ്. പിന്നെ അതിന് റൈത്ത, പിക്കിൾ, പപ്പടം. ഇത്രയും ചേർന്നാണ് ഒരു 15-20 മിനിറ്റ് കൊണ്ട് സംഭവം നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ബെന്നിച്ചേട്ടൻ നമുക്ക് വേണ്ടി ഒരു മെയിൻ മീലാണ് അവതരിപ്പിക്കുന്നത്. അതായത് വെജിറ്റബിൾ പുലാവ് അല്ലെ? വെജിറ്റബിൾ പുലാവ് റൈസ്, വെജിറ്റബിൾ പുലാവ് റൈസ്, പിന്നെ ബട്ടർ ചിക്കൻ. വെജിറ്റബിൾ പുലാവ് റൈസ് മാത്രമല്ല, അതിന്റെ കൂടെ ബട്ടർ ചിക്കന്, പിന്നെ റീത്ത, ഒരു പെൺകുട്ടിയുടെ പേരെന്താണ് പറഞ്ഞത്? ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ പറയാൻ ചില മിസ്റ്റേക്ക് വരും. നിങ്ങൾക്ക് ഇവിടെ തന്നെ കേൾക്കുന്നേ ഭംഗി. റീത്ത, അത് പപ്പടം എല്ലാം കൂടെ ചേർത്ത്, പിന്നെ പിക്കിള് വീട്ടിലുണ്ടാവുമല്ലോ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മെയിൻ കോഴ്സ് ആണ് നമുക്ക് വേണ്ടി നമ്മുടെ ബെന്നിച്ചേട്ടന്, സ്റ്റീവനേജ് ബെന്നി എന്നറിയപ്പെടുന്ന ബെന്നിച്ചേട്ടന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ബട്ടർ ചിക്കൻ അല്ലേ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്? ബട്ടർ ചിക്കൻ. ഇപ്പൊ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബട്ടർ ചിക്കൻ ആണ്. ബട്ടർ ചിക്കന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്ക് പറഞ്ഞു തരും ബെന്നിച്ചേട്ടൻ. പറഞ്ഞു ഇവിടെ എടുക്കുന്ന ഗ്രാം ബോൺലെസ് ചിക്കൻ. ഈ ബോണുള്ളതാണ് കുഴപ്പമുണ്ടേട്ടാ? രണ്ടും കുഴപ്പമില്ല. എല്ലൊക്കെ കടിച്ചു പറിച്ച് നമ്മളെ ആൾക്കാർക്ക് എല്ലൊക്കെ കടിച്ചു പറിച്ചിട്ടുള്ള അതുകൊണ്ട് ബോൺലെസ്. അപ്പൊ ഒരു കുഴപ്പമില്ല. ബോൺലെസ് ആണെങ്കിലും ബോണുള്ളതാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് മുളക് പൊടി കുറച്ച് ഇട്ടു. അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി അല്പം ഇട്ടു. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇതാണ് പൗഡർ മസാലയാണ്. അത് നമ്മുടെ ഒരു പ്രത്യേകത. അത് ഒരു സീക്രട്ട് മസാലയാണ്. സീക്രട്ട് മസാലയാണ്. വളരെ സീക്രട്ട് ഒന്നും അല്ല, പറഞ്ഞുതരാം. അത് പറഞ്ഞു തരും കേട്ടോ, ഒരു സീക്രട്സ് ഇല്ല. റെസിപ്പി കാര്യം അറിയാമോ? കൊറിയൻ നമ്മുടെ മുളക് പൊടിയോ? ബ്ലാക്ക് പെപ്പറിന്റെ പൗഡർ, പിന്നെ സോൾട്ട്. ലാസ്റ്റ് ഇതിനാവശ്യമുള്ള സോൾട്ട്. ഇത്രയുമാണ് ഇപ്പൊ ഇതിനാവശ്യമുള്ളത്. അപ്പൊ ഇപ്പൊ ഒന്നുകൂടെ പറഞ്ഞു തരാം. ചിക്കൻ ബോൺലെസ്സോ ബോണോട് കൂടിയാണെങ്കിലും പ്രശ്നമില്ല. അപ്പം അത് 650 ഗ്രാമാണ് നമ്മുടെ ബെന്നിച്ചേട്ടൻ ഇപ്പം ഇന്ന് കുക്ക് ചെയ്യാൻ എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മസാല പൗഡർ, ബട്ടർ ചിക്കൻ്റെ മസാല പൗഡർ. ബെന്നിച്ചേട്ടൻ അതിൻ്റെ രഹസ്യം പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആ രഹസ്യ കൂട്ടല്ലേ ഒരു സ്പൂൺ ഇട്ടു. പിന്നെ പെപ്പർ, ബ്ലാക്ക് പെപ്പറിന്റെ പൗഡറും കുറച്ചിട്ട്. ഇതിപ്പോൾ ഇങ്ങനെയാണ്. എന്നിട്ട് സോൾട്ട് കിട്ടും. ഇതാണ് നമ്മൾ ഇപ്പോൾ ചേർത്ത സാധനങ്ങൾ ബട്ടറിനകത്ത്. പിന്നെ ബട്ടർ ചിക്കന് വേണ്ടി ചേർത്താണ്. കണ്ടിട്ട് തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ആ ഒരു ഇത്. അപ്പം ആലോചിച്ച് നോക്കിയത് കുക്ക് ചെയ്ത് വരുമ്പോൾ എന്ത് സെറ്റപ്പ് ആയിരിക്കും എന്നുള്ളത്. അടിപൊളിയായിട്ടുള്ള ഇതാണ്ട്. ഇപ്പം തന്നെ മസാലയുടെ സ്മെല്ലൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് മുക്കിലൂടെ കയറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ
സ്റ്റവ് ഓണാക്കി ഓണാക്കി പാത്രം അത് ഇനി ഈ പാത്രം ചൂടാകണം അല്ലേ? ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നിടം വരെ പോട്ടിന്റെ അടിയിൽ മാത്രം ആ പാത്രത്തിൽ അല്പം എണ്ണ ഒഴിക്കുന്നതാണ്ട്. അതിലേക്ക് 2 പീസ് ബട്ടർ ഇടുക. അപ്പൊ നമ്മൾ മുമ്പേ കണ്ട ബട്ടറിനെ 2 ചെറിയ പീസ് ആക്കിയിട്ടുണ്ട്, സ്ലൈസ് ആക്കി. ആ 2 സ്ലൈസും അതിനകത്തേക്ക് ഇട്ടു, ആ എണ്ണക്കകത്തേക്ക് ഇട്ടു. പാത്രത്തിൽ നമുക്ക് ബട്ടർ നന്നായിട്ടും മെൽറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇതിനാവശ്യത്തിനുള്ളത്. ഇനി നമ്മൾ ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നേരെ ഇതിലേക്ക് ഇടുക. ഓക്കെ, കണ്ട ഈ ബട്ടറിൽ ജസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അത് നമ്മൾ എണ്ണയും ബട്ടറും മെൽറ്റ് ആയതിനകത്തോട്ട് ചൂടായതിനകത്തോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കണം, ചെറിയ ഫ്ലെയിമിൽ ആകണം അല്ലേ? ഇനി നമുക്ക് അടുത്ത പുലാവ് റൈസിനെ കാര്യത്തെ പറ്റി ചിന്തിക്കാം. അപ്പോഴത്തേക്ക് ഇതാകുന്ന സമയത്തേക്ക് മെയിൻ കോഴ്സിനകത്തെ പുലാവ് റൈസിലേക്ക് പോകും. കാര്യം സമയം അതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാട്ടാ എൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ? അതിന് നമ്മൾ ഒരു വീട്ടിലേക്ക് അത് നമ്മൾ 600 ഗ്രാം റൈസാണ് എടുത്തിരിക്കുന്നത്. 600 ഗ്രാം റൈസ് വേണ്ട ബൗളിൽ കേട്ടോ. ആ റൈസ് ഇത് നനച്ചിട്ടൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. ഇത് കഴുകി വാരിയിട്ട് ഡ്രൈ ചെയ്താണ്. ആണോ? കഴുകി വാരി ഡ്രൈ ചെയ്തേക്കുന്ന റൈസാണ്. നമുക്ക് അതിന് ആദ്യം ആവശ്യം വേണ്ടത് നെയ്യാണ്. നെയ്യിലേക്ക് നമ്മൾ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഈ 3 ഐറ്റം ചെറിയ ഒരു കടുക് പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കും. ആദ്യം നമ്മൾ പാത്രം ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചു. അത് ചൂടാക്കണം അല്ലേ? നെയ്യ് ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മളിവിടെ 2 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് വാട്ടർ ആ സമയം കൊണ്ട് നമ്മൾ ഇലക്ട്രിക് കെറ്റിലില് വെള്ളം തിളയ്ക്കാൻ വെക്കുക. 3 ഗ്ലാസ് വെള്ളം ഇലക്ട്രിക് കെറ്റിൽ തിളക്കുക. അതായത് 2 ഗ്ലാസ് റൈസിനാണ്. 2 ഗ്ലാസ് റൈസിന് 3 ഗ്ലാസ് പിന്നെ വെള്ളം തിളക്കാൻ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാം. 2-3 പീസ് പട്ട, കുറച്ച് ഗ്രാമ്പു ചൂടായ നെയ്ക്കകത്തേക്ക് ഗ്രാമ്പു, ഏലക്ക, പിന്നെ കറുവപ്പട്ട അത് ഇട്ടു. അതൊന്ന് ഒന്ന് ചൂടായി വരണം അല്ലേ? അപ്പൊ നമ്മുടെ ഇതിനിടയ്ക്ക് നമ്മുടെ ബട്ടർ ചിക്കനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കണ്ട. ബട്ടർ ചിക്കൻ എവിടെ കിടന്ന് ഇങ്ങനെ ഇളക്കി ബട്ടർ ചിക്കൻ ഏകദേശം അതിന്റെ എല്ലാ മസാല അതിൽ തന്നെ നെയ്യോടുകൂടി ബട്ടറോടുകൂടി പിടിച്ചിട്ടുണ്ട്. കോട്ടിങ് പിടിച്ചിട്ടുണ്ട്. കണ്ടോ? ഇപ്പൊ ഏകദേശം ബട്ടർ ചിക്കന്റെ പകുതി അവസ്ഥയിലെത്തിയിട്ടുണ്ടല്ലേ? അപ്പോഴേക്കും നമ്മൾ നെയ് റെഡിയാണ്. ബട്ടർ ചിക്കൻ ആണ് ഏറ്റവും അധികം ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. 100-200 പേരൊക്കെ ഒന്നിച്ച് ഓർഡർ, ചില 800 ആൾക്കാരൊക്കെ ഒന്നിച്ച് ഓർഡർ ചെയ്തിട്ടുള്ള സാധനമാണ് ബട്ടർ ചിക്കൻ. എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. വെള്ളം തിളച്ച വെള്ളം എടുത്തിട്ട് 2 ഗ്ലാസ് അരിക്കാണ് 3 ഗ്ലാസ് വെള്ളം. തിള പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തിള പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെജിറ്റബിൾ ചേർക്കാനുള്ള ഇപ്പൊ തന്നെ ക്യാരറ്റ് ആണോ? അത് ചോപ്ഡ് ചെയ്ത ക്യാരറ്റ് മുറിച്ച് ഇങ്ങനെ ചെറിയ കഷ്ണമാക്കി ക്യാരറ്റ് സ്ലൈസ് ആക്കി അതിന്റെ ഒരു പോർഷൻ അതിലേക്ക് ഇട്ടു. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടു, ചൂടുവെള്ളത്തിൽ. ഗ്രീൻ പീസ് ഒരു കുറച്ച് ആവശ്യത്തിനുള്ളത് ഗ്രീൻ പീസും ഇട്ട് കഴിഞ്ഞു. പിന്നെ സ്ലൈസ്ഡ് ബീൻസ് ആണ് ഇടുന്നത്. ഉണ്ടോ? നല്ല പച്ച സെറ്റപ്പ് കളറാണ്. നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഇടുകയാണ്. അതായത് റൈസിനും ഈ വെജിറ്റബിളിനും എല്ലാത്തിനും കൂടെ സോൾട്ട് ഇട്ട് കഴിഞ്ഞു. നമ്മൾ പിന്നെ ഇനി ഇടത്തില്ല. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഇളക്കിയിട്ട് നമ്മൾ ലിഡ് വെച്ച് അടയ്ക്കുക. ഇതിപ്പോ തിളച്ച വെള്ളം ഒഴിച്ചതുകൊണ്ട് നമുക്കൊരു വിത്തിൻ 2 മിനിറ്റ് കൊണ്ട് വീണ്ടും തിളക്കി. കാരണം വെജിറ്റബിൾ ഇട്ടുകൊണ്ട് ഒന്നുകൂടി ഡൗൺ ആയി. 2 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഇനി ഒന്നാമത് തിളച്ച വെള്ളമാണ്. അതിന്റെ കൂടെയാണ് നമ്മൾ വീണ്ടും നമ്മുടെ ബട്ടർ ചിക്കനിലേക്ക് നോക്കുക. ബട്ടർ ചിക്കൻ ഓക്കെ ആയിട്ടുണ്ട്. ക്യാമറ ബട്ടർ ചിക്കനിലേക്ക് കൊണ്ട് ബട്ടർ ചിക്കന്റെ ഇപ്പൊ നല്ല മാഗ്നേറ്റ് എല്ലാം ശരിക്കും മസാല എല്ലാം പിടിച്ചു. വിത്ത് ബട്ടറോട് കൂടി എല്ലാം ഒരു കോട്ടിങ്. അതെന്താണ് സാധനം? നമ്മുടെ പ്രേക്ഷകർക്ക് അത്
അതെന്തുകൊണ്ട് ജസ്റ്റ് ഇപ്പൊ ഇത്രയും കാര്യത്തിനാണെങ്കിൽ ഒരു 2 ഒനിയൻ, ഒരു 2 ഒനിയൻ എടുക്കുവാണെങ്കിൽ 4 ടൊമാറ്റോ. ഓക്കെ, ഇരട്ടി ഓണിയന്റെ ഇരട്ടിയാണ് ടൊമാറ്റോ. അത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്താണ്. ഓക്കെ, ഇതിന്റെ ഗ്രേവിയാണ്. ഓക്കെ, ഒനിയനും ടൊമാറ്റോയും കുക്ക് ചെയ്തതിന് പ്യൂരി ആക്കി എടുത്താണ് അടിച്ചെടുത്തത്. ഗ്രേവി എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രേവി. ഈ ഗ്രേവി ഇതിലേക്ക് ഓക്കെ, ഇതിന്റെ റെസിപ്പി ചോദിച്ചു കഴിഞ്ഞാൽ അവര് എല്ലാം പറഞ്ഞുതരും. പക്ഷെ ചില ഒരു ചെറിയ സാധനം വിട്ടുപോകും, സീക്രട്ട്. കാര്യം അതിലാണ് അവർ പിടിച്ചു നീക്കുന്നത്. ആ സാധനം നമുക്ക് അതുപോലെ ഉണ്ടാക്കാൻ പറ്റാത്ത എന്നാ ചോദിച്ചാൽ പ്രധാനപ്പെട്ട സാധനം ഒരു പറയത്തില്ല അതിനകത്ത്. ചേട്ടൻ പിന്നെ അങ്ങനൊന്നും കാണിച്ചിട്ടില്ലല്ലേ? കറക്റ്റ് ആയിട്ടായിരിക്കും. ഞാൻ ആ കാര്യത്തിനോട് എപ്പോഴും വിയോജിപ്പുള്ള ആളാണ്. കാരണം എന്ത് റെസിപ്പി പറഞ്ഞാലും ഇത് ചെയ്യാനുള്ള ഒരു മനസ്സും ഇതിനോട് ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമാണ് ഫുഡ് വന്നോളൂ. ഇതാരും എന്ത് പറഞ്ഞു തന്നപ്പോ എല്ലാം അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. എല്ലാ മാധ്യമങ്ങളും വഴി എല്ലാ കാര്യങ്ങളും ലഭ്യമാണ്. എങ്കിൽ പോലും ഇതിനായിട്ടൊരു ആത്മാർത്ഥത കാണിച്ചാൽ മാത്രമാണ് ഇത് ശരിയാവും. ഈ റെസിപ്പി വിട്ടൊരു കളിയില്ല. കറക്റ്റ് റെസിപ്പി കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അല്ല, നിങ്ങൾ ബട്ടർ ചിക്കൻ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതിന്റെ ചിക്കന്റെ അകത്തെ വെള്ളത്തെക്കാട്ടി കൂടുതൽ നമ്മുടെ വായി വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് ഇവിടുന്ന് കഴിച്ചാലോ. ഇപ്പൊ പകുതിയെ വെന്തിട്ടുള്ളൂ, എന്നാലും നമുക്ക് ഇവിടുന്ന് കഴിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അടച്ചു വെക്കണം. ലിഡ് ഞാൻ തരാം. ഞാൻ അടച്ചോട്ടെ. കണ്ട, ഞാനാണ് ഇത് അടയ്ക്കുന്നത്. എന്റെയും കൂടെ ഒരു പങ്കാളിത്തം ഇതിനകത്ത് ഉണ്ടാക്കിക്കോട്ടെ. ഇത് നമ്മള് 2 ഗ്ലാസ് റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസ്. ഇത് ഒരു 10 മിനിറ്റ് ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഡ്രെയിൻ ചെയ്ത് വെച്ചു 10 മിനിറ്റ്. അതിന് ശേഷമുള്ളതാണ്. ഓക്കെ, ഇത് ശരിക്കും 7 മിനിറ്റ് മതി. ഈ ഫുൾ ഫയർ 7 മിനിറ്റ് കൊണ്ട് ഇത് കുക്കാവും. 7 അല്ലെങ്കിൽ 8 മിനിറ്റ്, അതാണ് അതിന്റെ റേഞ്ച്. കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് നമ്മൾ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടു. അതും ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ? ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക. ഓക്കെ, ലെവൽ ചെയ്ത് വെക്കുക. അത് ഇങ്ങനെ പത പോലെ വരണം, അങ്ങനെ ഇതിന്റെ അല്ല. ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് മെയിൻ ചെയ്യുന്ന ഇതിന്റെ അടുത്ത ടേസ്റ്റ് കൂട്ടുന്ന സാധനം കാഷ്യൂനട്ട് പൗഡറും ആൽമണ്ട്സ് പൗഡറും. അത് രണ്ടും കൂടെ ബദാം പരിപ്പും കശുവണ്ടി പരിപ്പും പൗഡർ ആക്കിയിട്ട് അത് നമ്മള് ചേർക്കുക. ഗ്രേവി ആക്കണോ? ജസ്റ്റ് കശുവണ്ടി പരിപ്പ് പിന്നെ പൗഡർ ആക്കിയതും ബദാമിന്റെ പരിപ്പ് പൗഡർ ആക്കിയതുമാണ്. ഇനി നമ്മളത് ഗ്രേവി ആക്കിയിട്ട് ജസ്റ്റ് വാട്ടറിൽ അല്പം ഇങ്ങനെ പിന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. അതാണ് ഇതിന്റെ രുചിക്കുള്ള ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻസ്. ഇത് ഓൾറെഡി രണ്ടും കൂടെ മിക്സ് ചെയ്താണോ? അല്ലല്ല, ഇത് കശുവണ്ടി, ഇത് ബദാം പരിപ്പാണല്ലേ? ഓക്കെ, 2-3 സ്പൂൺ ബദാം പരിപ്പ് പൗഡർ കൂടിയേക്ക്. അത് കാഷ്യൂനട്ട് അല്ലേ? പൗഡർ. അതും അത്രയും തന്നെ, രണ്ടും സമമായിട്ട് എടുക്കണം. എന്നിട്ട് ഇത് വാട്ടറിൽ കണ്ടോ, ഇതാണ് രണ്ടിന്റെയും പൗഡർ രണ്ടും കൂടെ കൂടിയിട്ട് ഒരു കുഴമ്പ് രൂപമാക്കിയിട്ട് ഇതിന്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ ചിക്കന്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 പൗഡറുകളും ബദാമും കശുവണ്ടിയും. പിന്നെ നമുക്ക് ഇത് ഞാൻ ചോദിച്ചില്ല, ഇത് നിങ്ങൾ ഇപ്പൊ സ്റ്റീവനേജിലെ പിന്നെ കേറ്ററിംഗ് ഉണ്ടല്ലോ, അപ്പം ഇത് എവിടെയാണ് സത്യം ഇത് കുക്ക് ചെയ്യുന്നത്? നമുക്ക് നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ യൂണിറ്റ് എടുത്തിട്ടുണ്ട്. കിച്ചണായിട്ട് സ്വന്തം യൂണിറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. നമുക്ക് അവിടെ പോയി കാണാമല്ലോ. നമ്മള് വലിയൊരു കിച്ചൺ എടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ. നമ്മള് ഒരു 1000-1500 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന അതിന് പറ്റിയൊരു കിച്ചൺ നമ്മള് 1000 നാട്ടിലൊക്കെ ഒരു കല്യാണത്തിനൊക്കെ വിളിക്കുന്ന. അതെ, ബെന്നിച്ചേട്ടൻ ഈ ഇവിടെ തുടങ്ങിയ പിന്നെ ഏറ്റവും ലോങ് എവിടാ പോയി ചെയ്തിട്ടുള്ളത്? ഏറ്റവും ദൂരെ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ 100 മൈലാണ് എന്റെ 100 മൈലാണ് ഓർഡർ എടുക്കുമ്പോ തന്നെ ചോദിക്കുന്നത്. അതില് ഒരു ഏരിയയിലേക്ക് കെന്റ് ഏരിയയിലേക്ക് പോയ ആഷ്ഫോർഡാണ്. ആഷ്ഫോർഡിലുള്ള എല്ലാ മലയാളികൾക്കും തന്നെ അറിയാം. 6 കൊല്ലമായിട്ട് ഓണം, ക്രിസ്മസ് അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം, ഞാൻ ഇവിടെ പിന്നെ ഇങ്ങനെ ഈ നമ്മൾ ഇതിന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഇത് നോക്കണം. ഇടയ്ക്ക് നമുക്ക് 2 മിനിറ്റ് കൂടെ 2 മിനിറ്റ്. അപ്പൊ 2 മിനിറ്റ് അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഓണത്തിന് 10-40 കൂട്ടോ അങ്ങനെ സംഭവം ഉണ്ടോ? അതോ 20 കൂട്ടോ? എത്ര? നമ്മള് മെയിൻ
കൂടുതൽ ചെയ്യുന്നത് ഈ 21 ഐറ്റമാണ്. 21 ഐറ്റം ഓണത്തിന് നമ്മുടെ നാട്ടിൽ പോലും ഇപ്പം അത് ഭയങ്കര പാടാണ്. ഒരു വീട്ടിലൊക്കെ എത്ര ഉണ്ടാക്കണം? നാട്ടിൽ പിന്നെ എനിക്ക് തോന്നുന്നത് 4-5 സ്ഥലത്ത് ചെയ്താൽ മതിയായിരിക്കും. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ 28 സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഓണത്തിന് 28 സ്ഥലത്ത് ബെനിച്ചേട്ടന് ഫുഡ് സെർവ് ചെയ്ത് കഴിഞ്ഞത്. എപ്പൊ നോക്കിക്കോണേ അദ്ദേഹം ഇതിനകത്ത് എന്തുമാത്രം ഡെഡിക്കേറ്റും കമ്മിറ്റ്മെന്റും ഉള്ള ഒരാളാണ്. പിന്നെ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പേസ്റ്റ് റെഡിയാണ്. നമ്മൾ വീണ്ടും ബട്ടർ ചിക്കനിലേക്ക് വരുന്നു. ബട്ടർ ചിക്കനുള്ള കാഷ്യൂനട്ടും ബദാമിന്റെ പൗഡർ. ഓക്കെ ഓക്കെ. നമ്മളെ കുതിപ്പിക്കുന്ന ഓരോരോ സാധനങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഡയറക്ടർ വായിക്കൂടെ വെള്ളം വന്നു തുടങ്ങി. ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ റൈസ് സിമ്മിൽ വെക്കണം. സിം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫുൾ ഫയർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. ഇനി ഒരു സെയിം ടൈം നമ്മള് സിമ്മിലിടും. സിമ്മിലിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജസ്റ്റ് ചെറിയ വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രെയിൻ ആവാൻ. അത് ഓഫ് ചെയ്ത് വെക്കണോ? ഓഫ് ചെയ്യല്ല, ഏറ്റവും കുറഞ്ഞ. ഇപ്പൊ ഏറ്റവും കൂടിയ ഫ്ലെയിമിൽ കത്തുന്നു. ഇനിയിപ്പോ ഏറ്റവും കുറഞ്ഞ തീയില് സെയിം ടൈം 7 മിനിറ്റ്. അന്നേരത്തേക്ക് റൈസ് റെഡി ആവും. ഓക്കെ. അപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇപ്പൊ 7 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്തത്. അങ്ങനെ തന്നെ അതേസമയം 7 മിനിറ്റ് സിമ്മിലിടുക. സിമ്മിലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിടുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് അത്രയും സമയം കൂടെ നമ്മൾ അവിടെ അടച്ചു വെച്ചേക്കും. അപ്പോഴത്തേക്കും ഇത് വെന്ത് ഒരു നല്ല കഴിക്കാവുന്ന പരുവത്തിലാവും. ഇപ്പൊ തന്നെ ഏകദേശം സ്മെല്ല് അനുസരിച്ച് എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാ കഴിക്കാൻ. അത്രയ്ക്ക് സ്മെല്ലായി തുടങ്ങി. 7 മിനിറ്റ് സിമ്മിൽ വെച്ചു. 7 മിനിറ്റ് സിമ്മിൽ വെച്ച് കഴിഞ്ഞു. 7 മിനിറ്റ് സിമ്മിലായി. അതിന്റെ ജസ്റ്റ് നമ്മൾ ഓഫ് ചെയ്യാൻ പോവാ. അതിന് മുമ്പ് ഒരു ചെറിയ പരിപാടിയുണ്ട്. എന്തുവാ ദൈവത്തിനറിയാം. അതിന്റെ മുകളിലും ഒരു കുറച്ച് നെയ്യ്, വളരെ കുറച്ച്. ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ പ്യൂർ നെയ്യാണോ അതോ മറ്റുള്ള എന്തെങ്കിലും നമ്മുടെ പശു നെയ്യാണോ ഇത്? അതെ, ഇത് നല്ല പ്യൂർ നെയ്യ്. മീൻസ് ഇവിടെ നമ്മള് മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല നെയ്യാണ്. അപ്പൊ അതിന്റെ ഇത് കഴിഞ്ഞു. അത് നമ്മൾ ഓഫ് ചെയ്ത് ഇപ്പൊ റൈസ് ഓക്കെയാണ്. റൈസിനകത്ത് നെയ്യ് ഒഴിച്ചിട്ട് റൈസ് ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ബട്ടർ ചിക്കന്റെ ഫൈനൽ പരിപാടി, ഫൈനൽ അറ്റാച്ച്മെന്റ് പോണ്. ഒരു നല്ല ഉണ്ടോ, ഒരു രക്ഷയില്ല പൊന്നെ, രക്ഷയില്ല. ബട്ടർ ചിക്കന്റെ നമ്മള് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ പ്യൂരി ഇറങ്ങണം. ടൊമാറ്റോ പ്യൂരിയാണ്, ശ്രദ്ധിച്ചു തരണോ? ടൊമാറ്റോ പ്യൂരി അത് എത്ര ഇടണം ചേട്ടാ? 2 സ്പൂൺ ടൊമാറ്റോ പ്യൂരി ബട്ടർ ചിക്കനിലേക്ക്. അപ്പൊ നിറം ഒരു പ്രത്യേക നിറാവും അല്ലേ? റെഡ് കളർ ഫുള്ളാവും. നല്ല തിക്ക് ഗ്രേവി. ബട്ടർ ചിക്കൻ തിക്കാവാൻ വേണ്ടിയിട്ട്, ബട്ടർ ചിക്കന്റെ ഗ്രേവി തിക്കാകാനും കളറിനും വേണ്ടിയിട്ട്, രുചിക്കും വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ചേച്ചി കുക്ക് ചെയ്യുമോ? എങ്ങനെ? ചേച്ചി കുക്ക് ചെയ്യും. പഠിപ്പിച്ചിട്ടുണ്ടോ അതോ പുള്ളിക്കാരി? പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ താല്പര്യം. അതെല്ലാ പെണ്ണുങ്ങളുടെ ഒരു നമ്പറാണ്. അനുഭവമാണല്ലോ ഗുരു എന്ന് പറയുന്നത്. പിന്നെ ഇനി നമ്മൾ ഇതിനകത്ത് ഇനി എന്തെങ്കിലും ചേർക്കുമോ അതോ ഇനി നമ്മള് ജസ്റ്റ് ഫൈനൽ ഒരു ഗാർണിഷ്? പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഇപ്പം ബട്ടർ ചിക്കനാണ് ഞാൻ പറയുന്നത്. ബട്ടർ ചിക്കന് ഉണ്ടാക്കുന്ന വിധം ഒന്നുകൂടി റെസിപ്പിയും അതിന്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെ ഹൗ ടു കുക്ക് എന്നുള്ളത് ബെനിച്ചേട്ടൻ ഒന്നുകൂടെ ഓർപ്പിച്ച് പറയാൻ പോവാണ്. ചേട്ടാ, നമ്മൾ ആദ്യം ബോൺലെസ് ചിക്കൻ എടുത്തല്ലേ? 650 ഗ്രാം നമ്മൾ ബോൺലെസ് ചിക്കൻ എടുക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്പെഷ്യൽ മസാല. നമ്മുടെ ബട്ടർ ചിക്കന്റെ അവസാന മിനുക്ക് പണിയിലേക്ക് പോവാണ്. കാര്യം എന്നെ കുറച്ചു നേരം കൊണ്ട് നിർത്തി ഇവിടെ പൊരിപ്പിച്ചോണ്ടിരിക്കുക. കാര്യം ഇതിന്റെ മണം അടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇനി എന്തോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, എപ്പൊ എടുക്കാൻ പറ്റും സാധനം എനിക്ക് അറിഞ്ഞാൽ മതി. നമ്മള് കുക്കായി ഒന്ന് നോക്കുവാണ്. നമ്മുടെ ചോറ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക. ഏകദേശം ഇതിന്റെ ഗ്രേവി ഇതിലായി നല്ല ടൊമാറ്റോ പ്യൂരി ഒക്കെ ആയിട്ട് ചുമന്ന് നിറവായി കേട്ടോ. ഇപ്പൊ ഗാർണിഷ് എന്ന് പറഞ്ഞാൽ കസ്തൂരി മേത്തി ചേർക്കുക. കസ്തൂരി മേത്തി കണ്ടോ? അടുത്ത് ഒന്ന് കാണിച്ചു തരാം. കസ്തൂരി മേത്തി, ഉലുവയുടെ ഇല ഉണങ്ങി പൊടിച്ചാണ്. ഉലുവയുടെ ഇല നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും അല്ലേ? ഓക്കെ, ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഉലുവയുടെ ഇല ഉണങ്ങി പൊടിച്ച കസ്തൂരി മേത്തി അത് ഇതിനകത്ത് ആഡ് ചെയ്തു. ഇളക്കണോ ചേട്ടാ ഇത്? ജസ്റ്റ് അത് ഒഴിച്ചിട്ട് നമ്മള് ഡബിൾ ക്രീം എന്തെങ്കിലും ചെയ്യും. ഓക്കെ, ഇത് ഡബിൾ ക്രീം ആണ് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇളക്കണോ? അതിന്റെ ബട്ടർ ചിക്കൻ നമ്മുടെ റെഡി ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ക്രീം, ഡബിൾ ക്രീം അതിനകത്ത് ആഡ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ അതിന്റെ ഒരു ലൈൻസ് ഒക്കെ കാണും അല്ലേ?
ആ വെള്ള ഒരു ലൈനൊക്കെ അതിനകത്ത് കണ്ടാലേ അതിന്റെ ഒരു മാർബിൾ സെറ്റപ്പ് പോലെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആണ് തന്നെ എന്നെ ത്രില്ലടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മുടെ റെസ്റ്റോറന്റ് ഒരു സെറ്റപ്പിലാവുമ്പോ ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു ജസ്റ്റ് വരാൻ വേണ്ടിട്ട് മോളിന്ന് അതായത് മെൽറ്റ് ആയിക്കോളൂ അല്ലേ? മെൽറ്റ് ആയിക്കോളും. ഇത് ബട്ടർ ശരിക്കും ബട്ടർ ആണോ സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞത്? അതായത് സ്ട്രോക്ക് ഒന്നും ഇതല്ല, ഇത് ബട്ടർ. ഓ എന്റെ ദൈവമേ, ഇങ്ങോട്ട് തന്നെ ഞാൻ ഇത്ര നേരം കാത്തിരുന്ന ഇതിനു വേണ്ടിയാണ്. അതിന്റെ ഇതായിരിക്കും ഇവിടെ ആൾക്കാർ ഇത്രമാത്രം ഇതിന്റെ പുറകെ നടക്കുന്നത് അല്ലേ? നമുക്ക് ഇതിന്റെ രഹസ്യം ഇന്ന് പറഞ്ഞു വന്നു. ആദ്യം ഗ്രേവി തന്നെയാണ് നോക്കുക. കാര്യം ഈ കഷ്ണത്തിനേക്കാൾ ഉപരി ഇതിന്റെ ഗ്രേവിക്കാണ് അതിന്റെ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, തമാശല്ല, സെറ്റപ്പ് സാധനം. സെറ്റപ്പ്. ഞാൻ എന്താ ഉണ്ടല്ലോ ഇത് വീട്ടിൽ ചെന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിന്റെ റെസിപ്പി ഒന്നുകൂടെ ഞാൻ നമ്മുടെ വിഷ്വല് കണ്ടിട്ട് മനസ്സിലാക്കും. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ചുമ്മാ അതല്ല ആൾക്കാർ ഇതിന്റെ പുറകെ നടക്കുന്നത് കേട്ടോ. ഇതിന്റെ ഗ്രേവി തന്നെ നമ്മുടെ ഇംഗ്ലീഷുകാർക്കും പിള്ളേർക്കും ഏത് രാജ്യക്കാർക്കും ഫിലിപ്പീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഇത് ഒരു പ്ലേറ്റ് അല്ല, 2 പ്ലേറ്റ് ഫുള്ളായിട്ട് പോകും. മാസം ചോദിക്കാൻ വന്നു, ഇതിപ്പോ ഇത്ര ഉണ്ടാക്കിയല്ലോ, ഇത് എന്താ പറയുക, ഇതിപ്പം തിരിച്ചു പോകുമ്പോഴേ ഞാൻ ശകലം കൊണ്ടുപോകും, ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുപോകും. ഇത് മാത്രം കൊണ്ടുപോയാൽ പോരാ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുലാവ് റൈസും കൊണ്ടു. അതിന്റെ കാര്യം ഞാൻ കിട്ടിയപ്പോഴേ അതിന്റെ കാര്യം പറഞ്ഞു. ഇത് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഞാൻ തീർക്കണോ അത് തീർക്കണോ. അതിന്റെ സൈഡിൽ വേണമെങ്കിൽ കുറച്ച് പുലാവ് റൈസ് കൂടെ കിട്ടാമെങ്കിൽ ഇത് വെച്ച് അങ്ങ് അർമാദിക്കാതെ കാര്യം എനിക്ക് ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ഒരു ചെറിയ പണി ബാക്കിയിരിക്കുകയായിരുന്നു. റീത്തയുടെ കിട്ടണം. റീത്ത കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലാലും കുഴപ്പമില്ല. ഒനിയൻ കട്ട് ചെയ്താണ്, വലിയ ഒരു ഒനിയൻ, ഒരു ടൊമാറ്റോ, ഒരു കുറച്ച് ചെറിയ പോർഷൻ ക്യാരറ്റ് ഗ്രേറ്റ്, 2 പച്ചമുളക്, ഇത്രയും സാധനം എടുത്ത് വയ്ക്കുക. തൈര് നമ്മളതിലേക്ക് ചേർക്കും. റീത്തയിലേക്ക് നമ്മൾ ഒരു കുറച്ച് സാൾട്ട് ചേർക്കും. മിക്സ് ചെയ്യല്ലേ? അടുത്തതായിട്ട് ഇങ്ങനത്തെ നമ്മളെ പിന്നെ റൈസ് മിക്സ് ചെയ്യാം. നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മുടെ പുലാവ് റൈസ് എല്ലാം റെഡിയാണ്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റിനും ഫ്ലവറിനും എല്ലാം വേണ്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതെന്ത് സാധനം? ഇത് സ്പ്രിംഗ് ഒണിയൻ കട്ട് ചെയ്തത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചത്. ഇത് കൊറിയാണ്ടർ മല്ലിയുടെ ഇല ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നതാണ്. ഇത് രണ്ടും നമ്മൾ ഒരു ചെറിയ പോർഷൻ ആയിട്ട് മോളിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വിതറും അല്ലേ? ഓ ഇപ്പൊ തന്നെ അതിന്റെ ആ ഒരു ഗ്രീൻ കളർ, ഗ്രീനിഷ് ആയി, റിച്ച് ആയി സാധനത്തിന്, കളർഫുൾ ആയി സാധനം. അങ്ങ് ഇത് പിന്നെ റീത്ത റെഡി, ബട്ടർ ചിക്കൻ റെഡി, എവറിത്തിങ് ഈസ് ഓക്കെ. ദെൻ വി ക്യാൻ ഹാവ് ബട്ടറൊക്കെ എങ്ങനെ വരുന്നു. ഇന്ന് ഞാനിത് തീർത്തിട്ട് നോക്കി ഇങ്ങോട്ട് വാ, ഓടിപ്പോകാതെ. പ്രേക്ഷകർക്ക് വേണ്ടി തന്നെ വെള്ളം ഊർന്ന വായിക്കൂടെ വെള്ളം. ഞാൻ ഇവിടെ ഇത്രയും നേരം പിടിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവത്തിന് നടത്തുള്ളൂ. കാര്യം ഇത് കണ്ടുകൊണ്ട് ഇത് തിളയൊക്കെ പൊട്ടുമ്പോണ്ടല്ലോ, അതിന്റെ മണവും എല്ലാം കൂടെ വന്നപ്പം സൂപ്പർ. കാര്യം ഭക്ഷണം കഴിക്കാതെ പിള്ളേർ കഴിച്ചു പോകും, അതിന് അത്രയുള്ള ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇത് എനിക്കൊരു കാര്യം പറയട്ടെ, ഇത് ഈ ബ്രിട്ടീഷുകാർ ഇഷ്ടപ്പെടാൻ കാര്യമില്ല, അവർക്ക് അത് എരിവ് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഇത് തിക്ക് ക്രീമാണ് സാധനം, തിക്ക് ക്രീമാണ്. അതുകൊണ്ട് ബദാം കാഷ്യൂ ഇതൊരു എനിക്കൊന്നൊരു പോഷക ആഹാരം എന്ന് തന്നെ പറയാം. ഇത് ബദാം പരിപ്പ്, കശുവണ്ടി പരിപ്പ്, ക്രീം, ചിക്കൻ, ഓയിലിന്റെ അങ്ങനെ ആവശ്യമില്ല. ഇത് ഞാനിതിൽ ഒരു ഒറ്റ നിമിഷം കൂടെ ഞാൻ ഈ 3 കൂടെ ഒന്ന് മിക്സ് ചെയ്തത്. ഇത്രയും മിനിറ്റ് ഉണ്ട്, അതായത് 15 മുതൽ 20 മിനിറ്റ് എടുത്തുള്ളൂ. നമ്മളിവിടെ വന്നിട്ട് 15-20 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇത്രയും സാധനം ഇത്രയും പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ആദ്യം വിശ്വസിക്കാൻ പാടായിരുന്നു ഈ മെയിൻ കോഴ്സ് ഇത്രയും പെട്ടെന്ന് പറ്റുമോ ഇല്ലയോ എന്ന്. നോർമലി ആദ്യം നമുക്ക് വിശ്വസിക്കാൻ പാടാം, പക്ഷെ ഇത്രയും പെട്ടെന്ന് ഈ സാധനം 3 ഐറ്റവും, വെജിറ്റബിൾ പിലാഫ് റൈസ്, ബട്ടർ ചിക്കൻ, സംസാരിക്കാൻ പറ്റുന്ന വായുടെ വെള്ളം വരുന്നു, അച്ചാറ്, പപ്പടം ഇരിപ്പുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്ന് ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും, പാഴ്സലാക്കിയോട്ടെ. കാര്യം എനിക്ക് ഇതിന്റെ രുചി
മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇതെനിക്ക് ഇന്നത്തെ ആഹാരം ഇതാ. ഇനി ഞാൻ വേറെ ഒന്നും കഴിച്ച് വൃത്തികേടാകത്തില്ല വാങ്ങിയിട്ട്. വളരെ നന്ദി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഈ റെസിപ്പി പറഞ്ഞു തന്ന് കാണിച്ചു തന്ന് കുക്ക് ചെയ്ത ബെന്നിച്ചേട്ടൻ, സ്റ്റീവനേജ് ബെന്നി എന്ന ബെന്നിച്ചേട്ടനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് പിന്നെ വരുന്നൊരു എപ്പിസോഡിൽ അടുത്ത ഒരു വിഭവമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ വാങ്ങുന്നു. താങ്ക് യു ബെന്നിച്ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബെന്നിച്ചേട്ടന്റെ വീട്ടിൽ വന്ന് ബെന്നിച്ചേട്ടൻ ഉണ്ടാക്കി തന്ന വെജിറ്റബിൾ പിലാഫ് റൈസ്, ബട്ടർ ചിക്കൻ, റീത്ത സൂപ്പർ. നിങ്ങൾ എനിക്ക് ഒന്ന് ഈ പ്രഷർ വായിക്കൂടെ വെള്ളം ഊറുന്നു. നിങ്ങൾ അധികം സമയം കളയണ്ട, ഡയറക്റ്റ് കിച്ചണിലേക്ക് കടക്കുക, പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എടുക്കുക, 15 മുതൽ 20 മിനിറ്റും കൊണ്ട് അടിപൊളി ഫുഡ് മേശപ്പുറത്ത്. ബെന്നിച്ചേട്ടൻ ഇനിയും ധാരാളം റെസിപ്പികളുണ്ട്. നമുക്ക് വേറെ ലക്കത്തിൽ ബെന്നിച്ചേട്ടൻ നമുക്ക് ആ റെസിപ്പികൾ അടിച്ചു മാറ്റി ഇടുക. ഇന്ന് ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ വീട്ടിൽ ക്രമീകരിച്ച് തന്നതിന് ആദ്യമേ ഞങ്ങൾ നന്ദി പറയുകയാണ്. പിന്നെ ഒപ്പം തന്നെ എനിക്ക് ചേച്ചിയെയും മക്കളെയൊക്കെ പരിചയപ്പെടാനും ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി പിന്നെ ഒന്ന് പരിചയപ്പെടുത്തിയതാ ഇവരെയൊക്കെയാണ്. പരിചയപ്പെടുത്താൻ ഭാര്യ തന്നെ പറയും. ഷൈനി എന്നാണ് പേര്. ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിലാണ്, NHS ഹോസ്പിറ്റൽ അല്ലേ? ഇവിടെ അടുത്താണ്, തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്നു. പിന്നെ മക്കള്, പിന്നെ പിള്ളേര് രണ്ടുപേര്, ജോഷുവ, ജോവൽ, ഇത് ജുവൽ ആൻഡ് ജോഷുവ. ജുവലും ജോഷുവ ജോൺ ഹെൻറി സ്കൂളിൽ പഠിക്കുന്നു. ജോഷുവ ഇയർ 7. ഓക്കെ, ആണോ പഠിക്കുന്നത്? ഷൈനി ചേച്ചി എങ്ങനെയാ ചേട്ടനെ കുക്കിംഗ് സഹായിക്കും? കോമഡി അല്ല, ഉള്ള കാര്യം പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ചോദിച്ചു. ഹെൽപ്പ് ചെയ്യാറില്ല. നമുക്ക് നമ്മുടെ പണി കഴിച്ചിട്ട് അഭിപ്രായം പറയും. അങ്ങനെ അഭിപ്രായം പറയാറില്ല. പുതിയ റെസിപ്പികൾ അങ്ങനൊന്നും ഒരു കോൺട്രിബ്യൂഷൻ. പുതിയ റെസിപ്പി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ മരുന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് കുത്തി വെച്ചിട്ട് പരീക്ഷണശാലയല്ലോ. നിങ്ങൾക്ക് ഈ പിന്നെ പുള്ളിക്കാരൻ കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്തോ? ഏത് ഐറ്റമാണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള? എനിക്ക് ഏറ്റവും ഇഷ്ടം ബീഫ് ഫ്രൈ. അത് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ അതിനങ്ങനെ? സാധാരണ അതാ സ്പെഷ്യലാണ്. മോക്കെന്താ, ജ്വലിന് എന്താണ് ഇഷ്ടം? എനിക്ക് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം. കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ഉണ്ടാക്കി തന്ന ബട്ടർ ചിക്കൻ ആണ് ജുവലിന്റെ ഫേവറേറ്റ് ഐറ്റം. മോനെ എന്താ, ജോഷയ്ക്ക് എന്താ ഏറ്റവും ഇഷ്ടം? പപ്പ പോർക്ക്. ജോഷയ്ക്ക് പോർക്ക് ഇഷ്ടം. പോർക്ക് ഫ്രൈ ആണ് ജോഷയ്ക്ക് ഇഷ്ടം. പിന്നെ മറ്റെന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? അതോ ഇങ്ങനെ ഇതല്ലാതെ നിങ്ങൾക്ക്? ഞങ്ങൾ അവധിയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ പുറത്ത് പോകും. പുറത്തെ ഫുഡ് കൊണ്ട് ടെസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് പുറത്തെ റെസിപ്പി മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുക്ക് ചെയ്യുന്ന പുറത്തെ നമ്മൾ വെളിയിൽ പോകും, ഫ്രീ ടൈമിൽ റെസിപ്പികൾ മനസ്സിലാക്കിയിട്ട് വരും. ഞങ്ങള് ഇടയ്ക്ക് അരോമയിൽ പോവാറുണ്ട്, നന്ദൂസി പോവാറുണ്ട്. നന്ദൂസൊക്കെ ഇഷ്ടമല്ലേ? നല്ല ചെറിയൊരു ചേഞ്ചിന് വേണ്ടി. നാട്ടിൽ എവിടെയാന്ന് പറഞ്ഞില്ല നമ്മള്? ഞങ്ങള് കോതമംഗലം. ഓക്കെ. ഈ വർഷം പോകാൻ തുടങ്ങിയതോ? പോയിട്ട് വന്നേ ഉള്ളൂ. ജൂലൈ പോകുന്നുണ്ട്. ബെന്നിച്ചേട്ടൻ ഫുൾ ടൈം കുക്കിങ്ങും ഇതാണ്, കേറ്ററിംഗ് ആണ് നമ്മുടെ പ്രൊഫഷൻ. ഇപ്പൊ ഇതാണ് ഇതിനു മുമ്പ് സൗദിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. 12 വർഷം സൗദി വർക്ക് ചെയ്തതും കേറ്ററിംഗ് ഹോട്ടലാണ്. ഈ പിന്നെ ഹോട്ടൽ ബിസിനസ് സൗദി വെച്ച് തുടങ്ങി, അവിടെ വെച്ച് തുടങ്ങിയതല്ലേ? സൗദിയില് റെസ്റ്റോറന്റ് ആയിരുന്നു. അവിടെ ധാരാളം കൂട്ടുകാർ 12 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. നീലക്കുറിഞ്ഞിയൊക്കെ പോകുന്ന വർഷങ്ങൾ അവിടെ ആയിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പം സൗദിയിലെ കോൺടാക്ട്സ് ഒക്കെ ഉണ്ടോ ഒരുപാടൊക്കെ? വേണേ അവരോട് ഒരു ഹായ് ഒക്കെ പറഞ്ഞുതരാം. അവർക്ക് സൗദിയിലെ എല്ലാ കൂട്ടുകാർക്കും ഹായ് പറയുന്നത്. ചേച്ചി സൗദിയിലായിരുന്നോ? സൗദിയിലെ ഏത് സ്ഥലം? ഞാൻ ഗസീം ജംഗ്ഷനിലായിരുന്നോ അതോ? അല്ല, ഗസീം സിറ്റിയില്. അല്ല, എനിക്കറിയത്തില്ല, നമ്മള് വെറുതെ ചോദിക്കത്തില്ല. കുറിച്ചുംകൂടി റിയാദിനടുത്താണ്. ഇനി നാട്ടിലും നിങ്ങൾ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു പ്രവർത്തനത്തിലൊക്കെ ആയിരുന്നു അതോ? നാട്ടിലല്ല, സൗദി ചെന്നിട്ട് അങ്ങനെ. അല്ല, ഇതിനു മുമ്പ് എങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് സാധാരണ ആണുങ്ങൾക്ക് പൊതുവെ ഇങ്ങനെ ഇതിലേക്ക് വരുന്നല്ല? എന്റെ മദർ നന്നായിട്ടും കുക്ക് ഉണ്ടാക്കാം. അമ്മച്ചി നന്നായിട്ടും ഫുഡ് ഉണ്ടാക്കും. ഞങ്ങള് ബാക്കി എല്ലാവരും ഫുഡ് സിസ്റ്റേഴ്സും ചേട്ടന്മാരും എല്ലാവരും നല്ല കുക്കിംഗ്. അങ്ങനെയാണ് നമുക്ക് ഈ പാരമ്പര്യം. നമുക്ക് ഒരു ഇപ്പം ഇവിടെ ജനങ്ങൾ പറയുന്നു. ഇവിടെ ഇപ്പൊ UK വന്നിട്ട് എത്ര നാളായി? ഇവിടെ വന്നിട്ട് ഇപ്പൊ 7 വർഷമായി. 7 വർഷത്തിൽ ഈ 6 വർഷം ഇത് തന്നെ ഈ ഫീൽഡിൽ തന്നെ. 6 വർഷമായിട്ട് ബെന്നിച്ചേട്ടൻ 6 വർഷമായിട്ട് ഫുൾ ടൈം കുക്കിംഗ്. ബെന്നിച്ചേട്ടാ, ഈ പിന്നെ നമ്മുടെ ഇപ്പൊ UK ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫാണ്. നമുക്ക് ഇപ്പം ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നു വരുന്നു, എല്ലാം ഭയങ്കര ക്വിക്കായിട്ടും ഫാസ്റ്റായിട്ടും പോകുന്ന ഒരു നമ്മുടെ ഒരു കാലഘട്ടത്തിൽ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഈ നമ്മുടെ ഫുഡ് കൾച്ചർ തന്നെ മാറിയിട്ടുണ്ട്.
ഇപ്പൊ ഇവിടെ വന്നേ പിന്നെ ബർഗർ തിന്നുന്നു, സാൻഡ്വിച്ച് കഴിക്കുന്നു, നന്ദുസി പോകുന്നു, മക്ഡൊണാൾഡിലും KFC-യിലൊക്കെ നമ്മൾ ഓടി നടക്കുക. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഈ ഫുഡ് കൾച്ചർ മാറിയ സ്ഥിതിക്ക് പണ്ട് കപ്പയും കഞ്ഞിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്, നമ്മൾ അതൊക്കെ നമ്മുടെ ഗൃഹാതുരത്വം നിറയുന്ന ഓർമ്മകൾ മാത്രമായിട്ട് മാറിയേക്കുക. ഇപ്പോൾ UK മലയാളികളോട് നമ്മൾ ഈ പ്രോഗ്രാം കാണുന്ന നമ്മുടെ വ്യൂവേഴ്സിനോട് ഒരു ഫുഡുമായിട്ട് നല്ല അടുത്ത ബന്ധം ഉള്ള ഒരാളെന്നുള്ള നിലയിൽ ബെന്നിച്ചേട്ടന് പറയാൻ പറ്റുന്ന കാര്യം ഏത് തരത്തിലുള്ള ഫുഡ് കഴിക്കണം, അല്ലെ കഴിക്കരുതെന്ന്, അല്ലെ എങ്ങനെ ഫുഡ്, നല്ല ഫുഡ് ഏത് രീതി കഴിക്കാം, എന്താ അങ്ങനെ ഒരു ഉപദേശമോ അഭിപ്രായമോ? ഉപദേശം ഞാൻ ചോദിക്കുന്നില്ല, ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം അവൈലബിൾ ആണ് നമുക്ക് ഫ്രഷ് ആയിട്ട്. നമുക്ക് മനുഷ്യർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രോസണും ടിന്നും മേടിച്ച് വെക്കാൻ പോകുന്നത്. ഇപ്പൊ ഓരോരുത്തർക്ക് ടൈം ഉണ്ടെങ്കിൽ എല്ലാ സാധനവും നമുക്ക് ഇവിടെ എല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടും. നല്ല മത്തി കിട്ടും, അത് മത്തി എവിടെ നല്ല കിട്ടുക, നല്ല ബീഫ് കിട്ടും, നല്ല ചിക്കൻ കിട്ടും. ഇത് ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങുക, മാക്സിമം യൂസ് ചെയ്യുക. അതേപോലെ വെജിറ്റബിൾ ടൈമില്ലെങ്കിൽ പിന്നെ ഒഴിവാക്കാൻ ചുമ്മാ നമുക്കൊരു രസത്തിന് പറയാന്നുള്ളൂ, ഒരു പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ ടൈം ഉണ്ടെങ്കിൽ എല്ലാ സാധനവും ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടും നല്ല ഒറിജിനൽ ഉള്ളതും കിട്ടും. ഫ്രൂട്ട്സും നല്ല ഫ്രൂട്ടും അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അല്ല, എല്ലാം നല്ല സാധനങ്ങൾ കിട്ടും. അത് നമ്മൾ യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ബെന്നിച്ചേട്ടാ, ഫാമിലി, ഷൈനി ചേച്ചി, ജോയൽ ആൻഡ് ജോഷുവ, നമുക്ക് ഇങ്ങനെ ഒരു വീട് ഏകദേശം ഒരു രാവിലെ തൊട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു വീട് ഇങ്ങനെ ഒരുക്കി ഞങ്ങളെ ഇവിടെ സ്വീകരിച്ച് മനോഹരമായ രീതിയിൽ നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്, നമുക്കറിയാം എല്ലാവർക്കും സമയം വളരെ വിലപ്പെട്ട, പ്രത്യേകിച്ച് UK മലയാളിയെ സംബന്ധിച്ചോളം ടൈം ഈസ് മണി. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ബെന്നിച്ചേട്ടനും ഫാമിലിക്കും നമ്മുടെ വ്യൂവേഴ്സിൻ്റെ പേരിലുള്ള, നമ്മുടെ ഈ പ്രോഗ്രാം ക്രൂ മെമ്പേഴ്സിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഞങ്ങളുടെ എപ്പിസോഡിലൂടെ പിന്നെ നമുക്ക് രസകരവും പിന്നെ പോഷക സമൃദ്ധവുമായിട്ടുള്ള ന്യൂട്രീഷൻ കൂടുതലുള്ള ഫുഡിൻ്റെ റെസിപ്പി 2-3 റെസിപ്പിയോളം പറഞ്ഞു തന്നു. വളരെ താങ്ക്സ് ഉണ്ട്. ഒപ്പം ഞങ്ങളെ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഈ വീട് ഒരുക്കി തന്നതിനോടുള്ള എല്ലാ കടപ്പാടും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടുന്ന് പോകുന്നു. ഇനി എന്നായാലും നമുക്ക് കാണാം, പുതിയ റെസിപ്പിയുമായിട്ട് ഞങ്ങളെ ക്ഷണിക്കണം, ഞങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.